ഈയിടെ ഞാൻ ഒരു പ്രസ്താവന കാണുകയുണ്ടായി. ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കില്ല. ഈയിടെ ഒരു വാർത്ത കണ്ടതായി. ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കില്ല. കേരളത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനമേ ഇല്ല. എന്താ അങ്ങനെ ഒരു പ്രചരണം നടത്തിയത്? എന്നാൽ നമ്മുടെ അനുഭവം എന്താ? മന്ത്രിസ്ഥാനത്തിന്റെ എണ്ണം സമ്മർദ്ദതന്ത്രം ഉപയോഗിച്ച് വർദ്ധിപ്പിക്കുന്നത് കേരളം കാണുകയുണ്ടായി. അത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾ കേരളം അനുഭവിച്ചതാണ്. ആ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇല്ലാത്ത ഭരണമാണ് ഇപ്പോൾ നടന്നത്. സംസ്ഥാന താല്പര്യത്തിനാണ് മുൻതൂക്കം, സ്ഥാപിത താല്പര്യത്തിനല്ല. അപ്പോൾ ചില രാഷ്ട്രീയ കക്ഷികളുടെ സ്ഥാപിത താല്പര്യത്തിന് കാര്യങ്ങളെ വിധേയമാക്കുന്ന പ്രവർത്തനം, അതെന്തിനാ? ഏതാ സ്ഥാപിത താല്പര്യം? വ്യത്യസ്തങ്ങളായ സമ്പന്ന വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ, വ്യത്യസ്തങ്ങളായ സമ്പന്ന വിഭാഗങ്ങളുടെ താല്പര്യങ്ങളെ സംസ്ഥാന ഭരണം ഉപയോഗിച്ച് സംരക്ഷിച്ചു കൊടുക്കുക. ആ സമ്മർദ്ദ ഗ്രൂപ്പുകളുടെയും സ്ഥാപിത താല്പര്യങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുക. അതാണ് UDF ഭരണം എന്ന് പറയുന്നത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യ പരിഗണന നൽകിക്കൊണ്ട് എല്ലാവർക്കും കേരളത്തിന്റെ പൊതു വളർച്ച എന്നുള്ള നിലയിൽ വ്യക്തതയുള്ളൊരു മാനിഫെസ്റ്റോ മുന്നിൽ വെച്ച് മുന്നോട്ട് പോവുകയാണ്. നല്ല സ്വീകാര്യത. UDF എന്താ ഒരു ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക പഴയ മുൻ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരിലാണ് ആ ഗ്യാരണ്ടി. അത് അവര് പ്രധാനമന്ത്രിയാകുമ്പോൾ നമ്മൾ ഇന്ത്യ രാജ്യത്ത് പ്രധാനമന്ത്രിയാകാൻ വേണ്ടി മുദ്രാവാക്യം വെച്ചിരുന്നു. ഗരീബി ഹടാവോ എന്നായിരുന്നു മുദ്രാവാക്യത്തിന് പേര്. ഗരീബി ഹടാവോ. ആ ഗരീബി ഹടാവോ നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യരുടെ എണ്ണം വർദ്ധിപ്പിച്ചതല്ലാതെ ഒരു ദാരിദ്ര്യവും ഇല്ലാതാക്കിയില്ല. അപ്പൊ ദാരിദ്ര്യത്തിന്റെ പട്ടികയിൽ ഇന്ത്യ 1ാം സ്ഥാനത്താണ്. അപ്പൊ ഗരീബി ഹടാവോ എന്ന് പറഞ്ഞ് ആളെ പറ്റിച്ച പഴയ കാലത്തിന്റെ ഓർമ്മ വെച്ച് കേരളത്തിൽ വ്യാജ പ്രതീക്ഷകൾ ഉത്പാദിപ്പിച്ച് വിൽക്കാം എന്നാണ് നമ്മുടെ UDF, വിശേഷിച്ച് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ആലോചിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ആളുകളെ പറ്റിക്കുന്ന പ്രക്രിയ വീണ്ടും അവർ പ്രയോഗിക്കേണ്ടായി. പക്ഷേ വിശ്വാസ്യതയില്ല. അതാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഒരു നിലപാടിനും കേരളത്തിൽ വിശ്വാസ്യതയില്ല. അവരുടെ വാഗ്ദാനങ്ങൾക്ക് വിശ്വാസ്യതയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞ വാക്ക് പാലിക്കില്ല എന്നും എല്ലാവർക്കും ഉറപ്പാണ്. ഇന്നലെ ഇപ്പോൾ കേരളത്തിൽ എല്ലാവരും നമ്മുടെ വയനാട്ടിലെ കാര്യങ്ങൾ ചർച്ച ചെയ്തത്. ഞാനുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യം പറയാതിരിക്കാനും പറ്റില്ല. അത് ഈ കണക്ക് ചോദിച്ചാൽ കെട്ടിടം പണി കഴിഞ്ഞിട്ട് പറയാം എന്ന് അദ്ദേഹം പറയുണ്ടായി. കണക്ക് ചോദിച്ചാൽ പറഞ്ഞു, അതെങ്ങനെ ഇടയ്ക്ക് പറയാ? എല്ലാ കെട്ടിടവും പണിത് വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴല്ലേ കണക്ക് പറയാ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇപ്പോൾ ഉറപ്പായല്ലോ ഒരിക്കലും കണക്ക് പറയാൻ പറ്റൂല. കാരണം എന്താ? ഒരിക്കലും വീടുണ്ടാവില്ല. അതാണ് ഇപ്പോൾ എൻ്റെ ഒരു വിഷയം.